ഹായ് ഹലോ. രാവിലെ തന്നെ അടുത്ത വീട്ടിൽ പോയിട്ട് ചീരയൊക്കെ പറിച്ച് വരുന്ന വരവാണ്. ഉച്ചക്കത്തുള്ള ലഞ്ചിൻ്റെ പരിപാടി ആരംഭിക്കാം. അപ്പോൾ ചീരയോടൊപ്പം ഇതെന്തിനാവും ഉരുളക്കിഴങ്ങ് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. എന്തിനാണെന്ന് ഇതാ കാണാലേ. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി ഉരുളക്കിഴങ്ങ് മുറിച്ച് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവിച്ച് മാറ്റി വെക്കാം. ഇനി നന്നായി കഴുകി വൃത്തിയാക്കി ചീര അങ്ങോട്ട് മുറിച്ചെടുക്കാമല്ലേ. ഞാനിങ്ങനെയാണ് ചീര കട്ട് ചെയ്യാറുള്ളത്, ഫിംഗർ ക്യാപ്പൊന്നും ഉപയോഗിക്കാറില്ല. അപ്പം മുറിച്ചെടുത്ത ചീര അങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു പാത്രം എടുത്ത് അതിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതേപോലെ 2 വറ്റൽമുളകും കൂടിയും ചേർത്ത് കൊടുത്ത് എന്നിട്ട് നമുക്ക് ഓരോന്നായി വഴറ്റിയെടുക്കാമല്ലേ. ആദ്യം ചെറിയുള്ളിയാണ് വാട്ടിയെടുക്കുന്നത്. ഈ ചെറിയുള്ളി ആദ്യം ഇടുന്നത് കുറച്ച് നന്നായി അതുകൊണ്ട് മൂത്ത് വരണേ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ നല്ലതായിരിക്കും. ശേഷം 3-4 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക. എന്നതിന് ശേഷമാണ് നമ്മൾ സവാള ചേർത്ത് കൊടുക്കുന്നത്. ഈ സവാള അധികം വാടിപ്പോകരുത്, എന്നാലോ ചെറിയുള്ളി നന്നായി വാടുകയും വേണം. അതാണ് ചെറിയുള്ളി ആദ്യം ഇട്ട് കൊടുത്തത്. ഒരു തണ്ട് കറിവേപ്പില ഇട്ടതിന് ശേഷം അരിഞ്ഞ് വെച്ച ചീര പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാമല്ലേ. അയ്യോ, ഈ പാത്രത്തിൽ കൊള്ളുന്നില്ലല്ലോ എന്ന ടെൻഷനായിപ്പോയേ. ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് നന്നായി ഇളക്കി വാട്ടിയതിന് ശേഷമാണ് ഞാൻ തേങ്ങ ചേർത്ത് കൊടുത്തത്. മഞ്ഞൾപ്പൊടി ഒരു നുള്ളാനേ ചേർത്തിട്ടുള്ളൂ, കാരണം ഈ ചീരയുടെ പച്ച കളർ മാറുന്നത് എനിക്കിഷ്ടമല്ല. മഞ്ഞൾപ്പൊടി ഇടുന്നതിൻ്റെ വീഡിയോ സ്കിപ്പായും പോയേ. അതിനുശേഷം വേവിച്ച ഉരുളക്കിഴങ്ങ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് വെന്ത് ഉടഞ്ഞു പോകാതിരിക്കാനും ശ്രദ്ധിക്കണം. ഒരു 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഇതാ നമുക്ക് കഴിക്കാമല്ലേ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ച് ചപ്പാത്തി ആയിരുന്നേ. ഇടയ്ക്കിങ്ങനെ ചോറൊക്കെ സ്കിപ്പാക്കി ചപ്പാത്തിയൊക്കെ കഴിക്കുന്നത് നമ്മുടെ വയറിന് നല്ലതാണ്. അപ്പോൾ ഇതാ എല്ലാവരും ഇതുപോലെ ചീര ഉപ്പേരി ഉണ്ടാക്കി നോക്ക്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. താങ്ക് യു.